എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് എടുക്കാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ശ്രീജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു വീഡിയോയിൽ തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ തനിക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളെക്കുറിച്ചും തൻ്റെ മക്കളുടെ കാര്യവും തന്നെയും തൻ്റെ മക്കളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് എന്നുള്ള അടക്കം കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. തനിക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ സമൂഹവും അതുപോലെ തന്നെ നിയമമൊന്നും തനിക്ക് കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് എന്താണ് കാരണം എന്നുള്ളത് അറിയാൻ വേണ്ടി അത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേന് ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യത്തിൽ ഒരു വീഡിയോ ചെയ്തേ പറ്റൂ എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ടോപ്പിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഫുള്ളായിട്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ തോന്നിയെന്നുള്ളത് നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ ഞാനിതിൽ എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. ഫസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇത് കണക്ക് ഈ ശ്രീജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇവർ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നല്ല രീതിയിൽ മക്കളെയൊക്കെ നോക്കി അങ്ങനെ അതുപോലെ തന്നെ ബിസിനസ് നോക്കി അങ്ങനെയൊക്കെ പോവാണ്. ആ ഒരു വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടിലുണ്ടെങ്കിൽ ഏതോ ഭർത്താവിൻ്റെ ബന്ധുക്കളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അവരുണ്ടെങ്കിൽ അടുക്കളയിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു. ഇവർ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതേ കണക്ക് പറയുന്നു, ഇവരുണ്ടെങ്കിൽ ഏത് സമയം ഈ വീട്ടിലാണ്, ഭർത്താവാണ് ഇവിടെ നിർത്തിയേക്കുന്നത്, എന്നെ മക്കളെ ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയേക്കുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അടുക്കളയിൽ നിൽക്കുന്ന അവരെയൊക്കെ കാണിക്കുന്നുണ്ട്. അതേ സമയത്ത് അടുക്കളയിൽ നിൽക്കുന്ന ആൾക്കാരും ഫോൺ എടുത്തിട്ട് ഇവരെ നേരെ തിരിക്കുന്നുണ്ട്, പിന്നെ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. ആദ്യമേ എന്താണ് കാര്യം എന്നൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം ഉണ്ടെങ്കിൽ രണ്ടാമത് ഇതേ കണക്ക് ഇതുപോലൊരു ക്ലിപ്പാണ് കാണാനിടയായിട്ടുണ്ടായിരുന്നത്. ഇതേ കണക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർ ദാണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ബന്ധുക്കളൊക്കെയാണ്, വീട്ടുകാരെന്ന് പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, പോകാൻ പറഞ്ഞാൽ പോലും ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇതെല്ലാം ഭർത്താവാണ് ഏർപ്പാടാക്കിയേക്കുന്നത്. ഭർത്താവിനുണ്ടെങ്കിൽ എന്നെയും മക്കളെ ഇവിടുന്ന് ഇറക്കി വിടണം, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്ലാൻ. അതിനുവേണ്ടി കുടുംബക്കാരും കൂടെ നിൽക്കുവാണ്. ഇതിൽ കൊച്ചു ചെറുക്കൻ വരെ ഉണ്ട് ഈ ഒരു കുടുംബത്തിൽ. അവൻ വരെ എനിക്കെതിരെയും കുട്ടികൾക്കെതിരെയും സംസാരിക്കുവാണ്. പക്ഷേ അവൻ്റെ ഈ ഒരു ഫോട്ടോ ഒന്നും വീഡിയോസിലൊന്നും അവൻ്റെ മുഖം കാണിക്കുന്നില്ല. അതിൻ്റെ കാരണം അവൻ്റെ പ്രായമാണ് എന്നുമാണ് ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോയിൽ. അതിനുശേഷം ഓരോ വീഡിയോസായിട്ട് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. എന്താണ് മൊത്തത്തിലുള്ള കാരണം എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി ഓരോ വീഡിയോസാണ് കാണുന്ന സമയത്താണ് ഓരോന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ശ്രീജയുടെ ഭാഗത്തുനിന്ന് ശ്രീജ എന്താണ് പറഞ്ഞതെന്നുള്ളത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതിനെ ബേസ് ചെയ്താണ് ഞാൻ അഭിപ്രായം പറയാൻ പോകുന്നത്. ഭർത്താവായിട്ടുള്ള സുനിലിൻ്റെ ഭാഗമോ വീട്ടുകാരുടെ ഭാഗമൊന്നും ഇതുവരെ എനിക്ക് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എനിക്കറിയാവുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സുനിലും അതുപോലെ തന്നെ ശ്രീജയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ്. ഇവർക്ക് 2 ആൺകുട്ടികളാണുള്ളത്. മൂത്ത ഒരു മോനെന്ന് പറയുന്നത് 16-15 വയസ്സുണ്ട്. ഇളയ മോനും 10-11 വയസ്സാണുള്ളത്. ഈ ഒരു 2 മക്കളും അമ്മയുടെ കൂടെ തന്നെയാണ്. ഈ ഒരു ശ്രീജ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു സുനിലിന് വേറെ ആരോ ആയിട്ടോ ബന്ധമോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീട്ടുകാരുണ്ടെങ്കിൽ തനിക്ക് എതിരെ ഞാനിതിനെപ്പറ്റി ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് വീട്ടുകാരൊക്കെ എതിരെയായി എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വീട്ടുകാരും ഈ ഒരു ഭർത്താവും കൂടി ചേർന്നിട്ട് എന്നെയും മക്കളെയും ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേയധികം മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെ ഉപദ്രവങ്ങൾ കുറേ നാളായിട്ട് സഹിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള ശ്രമങ്ങളൊക്കെ ആയി ഇറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ളത് കൊണ്ടും ഈ ഒരു വീട്ടിൽ നിൽക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹം, കാരണം ഈ ഒരു വീടൊക്കെ എൻ്റെ അധ്വാനം എന്നുള്ളൊരു കാര്യം കൂടിയായിരുന്നു ഈ ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിസിനസ്സൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുവന്നതെല്ലാം ഞാനാണ്. ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട്. ഈ ഒരു ജീവിതം ഭയങ്കര സ്പ്ലിറ്റായിപ്പോയി. എൻ്റെ മക്കളുടെ ഭാവി ഭയങ്കരമായിട്ട് പ്രശ്നമാവാതെ നാട്ടുകാരുടെ മുമ്പിൽ അവരെങ്ങനെ നിൽക്കും എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാനുണ്ടെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നതായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവിൻ്റെ പേരിലൊക്കെ ആണെങ്കിൽ എഴുതി വെച്ച് ആ പ്രശ്നങ്ങൾ അങ്ങനെ പോട്ട് എന്നുള്ള രീതിയിൽ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും മുമ്പോട്ട് പോകുമ്പോൾ പോലും ഈ മാനസികമായിട്ട് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും അതുപോലെ തന്നെ എന്നെ ഒഴിവാക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഞാനുണ്ടെങ്കിൽ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പോലീസിനെ
എല്ലാം പോലീസിലും അതുപോലെ വനിതാ സെല്ലിലെല്ലാം കോൺടാക്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തുമാത്രം ക്രൂരത ഇവിടെ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. അതേ കണക്ക് അവരുടെ അടുത്ത് പറഞ്ഞു. അവരെ പോയി കോൺടാക്ട് ചെയ്തു, വക്കീൽ വഴിയെല്ലാം അവരുടെ അടുത്ത് സംസാരിച്ച സമയത്ത് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വീട്ടിൽ താമസിക്കുന്നതിന് പ്രശ്നങ്ങൾ വരാൻ നിങ്ങൾ പറയുന്ന കണക്ക് വീട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉപദ്രവം ഉണ്ട് എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കും. അതുപോലെ നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ആ ഒരു വീട്ടിൽ താമസിക്കാനുള്ള ഒരു ഓർഡർ കിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുമെന്നുള്ള കാര്യം ശ്രീജ അടുത്ത് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു സുനിലിനെ അവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. സുനിലിൻ്റെ അടുത്തും കാര്യങ്ങളല്ലാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭാര്യയും മക്കളെ അവിടെ വീട്ടിൽ കയറ്റണം എന്നുള്ളൊരു കാര്യം. അതിന് വേണ്ടിയിട്ട് ഒരു ലീഗലി എന്നുള്ള രീതി ആ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും കൂടി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീജ അടുത്ത്. ശ്രീജ പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിയമപരമായിട്ട് മുമ്പോട്ട് പോയി എനിക്കതെല്ലാം കിട്ടി. ആ പോലീസിൻ്റെ മുമ്പിൽ വെച്ച് ഭർത്താവായിട്ടുള്ള സുനിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയുണ്ടെങ്കിൽ പറയുന്ന കണക്കെല്ലാം ചെയ്യും. കുട്ടികളെയും അതുപോലെ തന്നെ ഒരു വൈഫിനെയൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് ആരും കാണത്തില്ല, ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല എന്നുള്ള രീതിയിൽ എല്ലാ പ്രൊട്ടക്ഷനും അവർക്ക് ഞങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നിയമപരമായിട്ടൊക്കെ മുമ്പോട്ട് പോവുകയും ഒരു പെറ്റീഷനും കാര്യങ്ങളൊക്കെ വെക്കുകയും പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരിച്ച് ചെല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഈ സുനിൽ പറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാം പഴയ പോലെ തന്നെയായിരുന്നു. സുനിലിൻ്റെ ബന്ധുക്കളെല്ലാം വീട്ടിലെപ്പം വേണമെങ്കിലും വന്ന് കയറാമെന്നുള്ള രീതിയിൽ അവർ വന്നതിന് ശേഷമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും അവരവിടെ ചെയ്യുക. നമ്മളിതിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിലാണ് അവർ കൊച്ചിനെ വെച്ചുണ്ടെങ്കിൽ തന്നെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ആ ബന്ധുവിൻ്റെ കുട്ടിയൊക്കെയാണ്. അപ്പോൾ അവരെ വെച്ച് വരെ ആക്രമിക്കാനുള്ള രീതിയിലും ശ്രമങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് തുടർന്ന സമയത്ത് ഞാനുണ്ടെങ്കിൽ എൻ്റെ സഹോദരനെ, എൻ്റെ കസിൻ സഹോദരനെ, അതുപോലെ തന്നെ എനിക്ക് അഡ്വൈസറായിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ നിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പോലീസിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്ന സമയത്തുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഭാഗവും അവരുടെ ഭാഗമൊക്കെ കേട്ട് എല്ലാം എൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായ എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള എൻ്റെ സഹോദരനെ അതുപോലെ തന്നെ അഡ്വൈസറിന് നേരെയൊക്കെ ഇവർ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാ കാര്യങ്ങളും ഞാൻ പോലീസിൻ്റെ അടുത്ത് തുറന്ന് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് പോലും അവരുണ്ടെങ്കിൽ കേസ് എടുക്കുകയും ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. ഇതെനിക്ക് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഷോക്കായി. കാരണം ഇവർ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിയമപരമായിട്ട് മുമ്പോട്ട് പോകണം, പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വാങ്ങണം എന്നുള്ള രീതിയിൽ. നിങ്ങൾ വീട്ടിൽ ചെന്നാൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമെന്നുള്ള രീതിയിൽ സുനിൽ എല്ലാം ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാനാണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ പറഞ്ഞ കണക്ക് ഞാൻ വീട്ടിൽ വരുന്ന സമയത്ത് ഈ ഒരു കുടുംബക്കാരൊന്നും പോകുന്നില്ല. ഈ ഭർത്താവ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, എന്നെ മക്കളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ആൾക്കാരെ നിർത്തിയേക്കുമായിരുന്നു. അവർ ഉപദ്രവിക്കാനൊക്കെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പുറത്ത് പറയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിന് മുമ്പ് നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പോകാം, പോലീസിനെ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ വിളിച്ച സമയത്ത് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ കൂടെ, ഈ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി സപ്പോർട്ടിനായിട്ട് വന്ന എൻ്റെ കുടുംബം, എൻ്റെ സഹോദരൻ, അതുപോലെ തന്നെ എൻ്റെ അഡ്വൈസറായിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്ക് ഇവർക്കെതിരെയൊക്കെ ഉണ്ടെങ്കിൽ കേസ് എടുത്തു എന്നുള്ളൊരു കാര്യം കൂടി ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീജ പറയുന്നൊരു കാര്യമാണെങ്കിൽ പോലീസ് ഇവരുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഞാനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും തെളിവ് എൻ്റെ കയ്യിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പോലീസ് ഇവരുടെ കൂടെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ സഹോദരനും അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിനും എതിരെയൊക്കെ കേസൊക്കെ എടുത്തേക്കുവാണ് എന്നുള്ളൊരു കാര്യം കൂടി ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോലീസ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ സപ്പോർട്ടും എനിക്ക് ഉണ്ടാകുമെന്നുള്ളത്. പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം എടുക്കണം, നിയമപരമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം, ഫാമിലി കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മാനസികമായിട്ടുണ്ടായ വിഷമം എന്ന് പറയുന്ന ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു. അത്രയ്ക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടെങ്കിൽ കേസും വഴക്കും കാര്യങ്ങളുമായിട്ടൊക്കെ നടക്കുമായിരുന്നു. ഞാനുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എന്നെ ഇറക്കി വിടാനുള്ള പല ശ്രമങ്ങളും നടന്നു. ചില സമയങ്ങളിലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി എന്നെ വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികളുണ്ടെങ്കിൽ വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ പോലീസിനെ എല്ലാവരെയും അറിയിക്കാനൊക്കെ ശ്രമിച്ചിട്ട് അവരെല്ലാവരും ഈ ഒരു സുനിലിൻ്റെ കൂടാണ്, സുനിലിൻ്റെയും കുടുംബത്തിൻ്റെയും കൂടാണ്. ഈ ഒരു കുടുംബം കൂടി
എന്നെയും മക്കളെയും ഉണ്ടെങ്കിൽ ഈ ഒരു സുനിലിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ചില കാര്യങ്ങളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇവരുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനാണ് എന്തോ തെറ്റ് ചെയ്തതെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സുനിൽ ഭയങ്കര പാവമാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഈ പോലീസുകാരും ഉണ്ടെങ്കിൽ സുനിലിൻ്റെ കൂടെ നിൽക്കുവാണ്. ഇതിന് മുമ്പേ എൻ്റെ കൂടെ നിന്നിട്ടുള്ള അതേ പോലീസ് തന്നെയാണ് പിന്നെ മാറ്റി പറയുന്നത്. ഇതുപോലത്തുള്ള കാരണങ്ങൾ ഈ ഒരു സുനിലിൻ്റെ പണവും കാര്യങ്ങളും കണ്ടിട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി ശ്രീജ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പണിത വീടുണ്ടെങ്കിൽ അവർ നിൽക്കുന്ന ബന്ധുക്കളൊക്കെ വന്ന് നിൽക്കുന്ന എന്നെയും എൻ്റെ മക്കളെയും ഇറക്കി വിട്ട ആ ഒരു വീടൊക്കെ ഉണ്ടെങ്കിൽ ഞാനായിട്ട് അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീടും ആ ഒരു ബിസിനസ്സെല്ലാം ഞാനായിരുന്നു വലിയ രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ കുടുംബം തകരരുതെന്ന് ഒറ്റ കാരണം കൊണ്ടാണ് ഞാനുണ്ടെങ്കിൽ ആ ഒരു വീടും കാര്യങ്ങളൊക്കെ ഭർത്താവിൻ്റെ പേരിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും എന്നെ എൻ്റെ മക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത് ഈ പ്രശ്നങ്ങളെല്ലാം നടന്ന് ഇതേ കണക്ക് പോലീസ് വന്നിട്ട് അവരെ കൂടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അവിടുന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥയാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇതേ കണക്ക് ഞാൻ നിയമപരമായിട്ട് മുമ്പോട്ട് പോയി എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് അവസാനം ഇതേ കണക്ക് പിന്നെയും ഒത്തുതീർപ്പും കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്നും തന്നെ കാണത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതേ കണക്ക് കാറിൽ വരുന്ന സമയത്ത് എനിക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഭർത്താവായിട്ടുള്ള സുനിൽ അതിനുള്ള സ്ഥലം പോലും തന്നിട്ടില്ലായിരുന്നു. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കാറുണ്ടെങ്കിൽ ഇവരെ ബന്ധുക്കളുടെയൊക്കെ വീടുണ്ട്, അവിടെ പറമ്പിലായിട്ട് ഇതേ കണക്ക് ഇട്ടിട്ടാണ് ഞാൻ വീട്ടിലേക്ക് കയറുന്നത്. ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അവിടെ ആ ബന്ധുക്കളും ഒരു അമ്മുമ്മയും ഒരു കൊച്ചുമോനുമാണ് ഉണ്ടായിരുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് അവർ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമെന്ന് പറഞ്ഞ് എനിക്കെതിരെ അടുത്ത കാര്യമായിട്ട് പോകാമെന്നുള്ള രീതിയിലൊക്കെ വിചാരിച്ചാണ് ഇവരെ പ്ലാനിങ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒന്നും തന്നെ പറയാതിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കാർ ഇവരെ പുരയിടത്തിൽ ബന്ധുവിൻ്റെ പുരയിടത്തിലാണല്ലോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അവർ ഉടനെ തന്നെ വന്നിട്ട് ഈ ഒരു പുരയിടത്തിൽ നിന്ന് കാറ് മാറ്റണം എന്നുള്ള രീതിയിൽ ഈ ഒരു സഹോദരൻ എന്തോ ഉണ്ട് ഈ ഒരു സുനിലിൻ്റെ സഹോദരൻ്റെ പുരയിടം കൂടിയാണത്. അപ്പോൾ സഹോദരൻ എന്തോ ഗൾഫിലൊക്കെയാണ്. അവരുടെ അടുത്ത് വിളിച്ച് പറയും ഇതേ കണക്ക് കിടക്കുവാണെന്നുള്ളതും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ എന്തോ പറഞ്ഞു അവിടെ നിന്ന് എടുത്ത് മാറ്റണം, അവിടെ കിടക്കാൻ പറ്റത്തില്ല, കാറൊന്നും എൻ്റെ പുരയിടത്ത് ഇടാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു എന്നുള്ളതും എടുത്ത് മാറ്റിയില്ലെങ്കിൽ അടുത്ത പരാതിയും കാര്യങ്ങളും എനിക്കെതിരെ കൊടുക്കുമെന്നത് അടക്കമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്തെല്ലാം ഈ സുനിൽ ഒന്നും തന്നെ ഇവിടെ വീട്ടിലൊന്നുമല്ലേ. ഈ സുനിലിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്നെയും കുട്ടികളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ളത്. ഏത് വിധേനയും അതും സുനിലിന് ഉപദ്രവവും കാര്യങ്ങളൊന്നും നടത്താതെ മറ്റുള്ള ബന്ധുക്കളെയും അല്ലെങ്കിൽ കുട്ടികളെ മുമ്പിൽ വെച്ചുകൊണ്ടുണ്ടെങ്കിൽ എന്നെ അടിക്കാനൊക്കെ ശ്രമിക്കുക. അതാകുമ്പോഴത്തേന് സുനിലിന് ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ലല്ലോ എന്നൊരു പ്ലാനിങ്ങിൻ്റെ ബലത്തിലാണ് ഈ ഒരു സുനിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബന്ധുക്കളെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്നെയും കുട്ടികളെ ഉണ്ടെങ്കിൽ അടിച്ച് പുറത്താക്കുക എന്നുള്ളതും സുനിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ്. പോലീസിൻ്റെ അടുത്തെല്ലാം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഇത് കണക്ക് ബന്ധുക്കൾ പ്രശ്നം ഉണ്ടാക്കുന്നു, വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. സുനിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ ബന്ധുക്കളെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. ഞാൻ പറഞ്ഞാൽ പോലും ഇവരൊന്നും വീട്ടിൽ നിന്ന് പോവുകയൊന്നും ചെയ്യുന്നില്ല. അതും ഞാനായിട്ട് കഷ്ടപ്പെട്ട് പണിഞ്ഞ ഒരു വീടാണ്. അതുപോലെ തന്നെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം നോക്കിയപ്പോൾ അത്രയും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടേണ്ട നീതി പോലും എനിക്ക് കിട്ടുന്നില്ല. എല്ലാവരും എനിക്കെതിരെയാണ് തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. നിയമം പോലും ഇവരെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു വഴി ഇല്ലാതായ സമയത്താണ് ഇത് കണക്ക് ഞാൻ വീഡിയോസും കാര്യങ്ങളും ഇട്ട് എൻ്റെ ദുരിതങ്ങളും കാര്യങ്ങളും ഞാൻ ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്നുള്ളത്. നിങ്ങൾ മാത്രമാണ് എനിക്ക് ഏക ഒരു വഴി. ഞാനുണ്ടെങ്കിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നിയമമൊന്നും എൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളത് എനിക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. പോലീസ് അവരെ കൂടെ നിൽക്കുമ്പോൾ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ശ്രീജ പറഞ്ഞൊരു കാര്യം, ഞാൻ വീഡിയോസ് ഇങ്ങനെ ഇടുന്ന സമയത്ത് കുറേയധികം പേരുണ്ടെങ്കിൽ ഈ ഒരു ഭർത്താവിൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ളതും അത് വെച്ചിട്ട് അറിഞ്ഞുകൊണ്ട് ഈ ഒരു സുനിലിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേര് ഇതേ കണക്ക് എനിക്കെതിരെ കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഞാനാണ് ചീത്ത, ഈ ഒരു സുനിൽ ഭയങ്കര നല്ല വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം പേര് മുമ്പോട്ട് വരുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇത്രയും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നോക്കി ഇതേ കണക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കൽ പോലും ഈ ഒരു സുനിലിനെതിരെ ഒരിക്കൽ പോലും സംസാരിക്കണം എന്ന് വിചാരിച്ച ഒരാളല്ല. പക്ഷേ നിങ്ങൾ ആലോചിക്കണം, എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ച് വന്ന ഒരു കാര്യം. ഇതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, അങ്ങനെ ഞാനാണ് കുറ്റക്കാരി എന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, എന്തിനാണ് ഞാനായിട്ട് സമ്പാദിച്ച സ്വത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു സുനിലിൻ്റെ പേരിൽ എഴുതി വെക്കേണ്ടത്? അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? അതല്ല എൻ്റെ പേരിൽ ഇരുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഞാനുണ്ടെങ്കിൽ എൻ്റെ മക്കളുടെ ഭാവി ഓർത്തിട്ട് അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ നാണം കെടരുതെന്ന ഒറ്റ കാര്യം കൊണ്ടും ഈ ഒരു ജീവിതം മുമ്പോട്ട് പോകണം എന്നുള്ളത് ഒറ്റ കാരണം കൊണ്ടും ഞാനുണ്ടെങ്കിൽ ആ സ്വത്തും കാര്യങ്ങളൊക്കെ അവൻ്റെ പേരിൽ എഴുതി വെച്ചു. എന്തിനാണ്? എല്ലാം മുമ്പോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഒരു കാര്യവും നടന്നിട്ടില്ല. എന്നെയും കുട്ടികളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത കാര്യം എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കാര്യമാണ്. ഇപ്പം ഞാനാണ് മോശമായിട്ടുള്ളൊരു വ്യക്തി, ഞാൻ ഈ കാണിച്ച എല്ലാം പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും മുതിർന്ന ഒരു 16 വയസ്സോളം ആയിട്ടുള്ള എൻ്റെ മൂത്ത കുട്ടി, അതുപോലെ തന്നെ 10-11 വയസ്സ് തൊട്ടുള്ള എൻ്റെ ഇളയ കുട്ടി, അവരെന്തുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നു, അച്ഛൻ്റെ കൂടെ പോകുന്നില്ല? എൻ്റെ മക്കൾ വലിയൊരു നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. ഇപ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ ജീവിക്കുന്ന സാഹചര്യമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇപ്പം വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഞങ്ങൾ ജീവിക്കുന്നത് ഉള്ള സൗകര്യങ്ങൾ, അവർക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പോലും കിട്ടാതാണ് ജീവിക്കുന്നത്. എന്നിട്ട് പോലും അച്ഛൻ്റെ കൂടെ അവർ പോകാൻ റെഡി ആയിട്ടില്ല. എൻ്റെ കൂടെ, സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കാമെന്നുള്ളത് അവർ തീരുമാനമെടുത്തത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിലൊരു ശരിയുണ്ടെന്ന് മനസ്സിലായത് കൊണ്ടാണല്ലോ അവർ എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ പോയേനെ. ആ അച്ഛൻ്റെ കയ്യിലല്ലേ സ്വത്തും പണവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവർ പോയിട്ടില്ലല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുമാത്രം സത്യമുണ്ടെന്നുള്ളത്. പക്ഷേ ആൾക്കാർ അതിൽ കൂടെ നിൽക്കാനൊന്നും, ഞാൻ പറയുന്നത് വിശ്വസിക്കാനോ അല്ലെങ്കിൽ സുനിലിനെതിരെ സംസാരിക്കാനോ റെഡിയല്ല. ചിലപ്പോൾ പണത്തിൻ്റെ കാര്യമൊക്കെ ആയിരിക്കാം. ഞാനുണ്ടെങ്കിൽ എപ്പോഴും നീതിക്ക് വേണ്ടിയാണ് പോരാടുന്നത്. പിന്നെ ഇതേ കണക്ക് എനിക്കെതിരെ സംസാരിക്കുന്നിടത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ട് ഈ പോലീസുകാരും എല്ലാം ഈ ഒരു സുനിലിൻ്റെ കൂടെ നിൽപ്പുണ്ട്. ഇവരെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടാണ് കളിക്കുന്നത്. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് നീതി കിട്ടുന്നില്ല. ഇവൻ സുനിലിൻ്റെ കൂടെ നിൽക്കുന്നവരടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് രാഷ്ട്രീയപരമായിട്ട് സുനിൽ ചെയ്തിട്ടുണ്ട്? എന്നിട്ട് എന്തിനാണ് ഇതേ കണക്ക് സുനിലിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത്? സുനിൽ ഒരിക്കൽ പോലും ഞാനുമായിട്ട് കഴിയുമ്പോൾ പോലും സുനിൽ രാഷ്ട്രീയമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടില്ല. എന്നിട്ട് പെട്ടെന്ന് എല്ലാവരും സുനിലിനെ സപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയക്കാരെല്ലാം എന്നെയും കുട്ടികളെ അവോയ്ഡ് ചെയ്യുന്നു. ഇതുണ്ടെങ്കിൽ എന്തുമാത്രം ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു സ്ത്രീ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സ്വന്തം ജീവൻ എടുത്തിട്ട് പോകാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരെ എടുക്കും. പക്ഷേ ആ ഒരു സമയത്ത് പോലും ഞാൻ മുമ്പോട്ട് പോകുന്നത് എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണ്. ഞാനുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനപ്പെടരുത് എന്നുള്ളതും അവർക്ക് നല്ലൊരു ഭാവി വേണം എന്നുള്ള തീരുമാനത്തിലാണ് ഞാനുണ്ടെങ്കിൽ ആ കടുങ്കൈയൊന്നും ചെയ്യാതെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നത്. ഈ ഒരു ഭർത്താവുമായിട്ട് എല്ലാം സപ്പോർട്ടായിട്ടും എൻ്റെ സ്വത്തും കാര്യങ്ങളൊക്കെ ഞാൻ സമ്പാദിച്ച കാര്യങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. ഇതേ കണക്ക് ഡിവോഴ്സ് ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഉണ്ടെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ, സമൂഹത്തിൻ്റെ മുമ്പിലൊക്കെ എങ്ങനെ നേരിടും? അവരുടെ ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകാമെന്ന് പോലും ചിന്തിച്ച് എല്ലാം ഒതുക്കി എല്ലാം മുമ്പോട്ട് പോയത്. പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഈ സുനിലുണ്ടെങ്കിൽ എന്നെയും കുട്ടികളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും അതിന് സപ്പോർട്ടായിട്ട് വീട്ടുകാർ നിൽക്കുക, അവരെ ബന്ധുക്കളെ കുട്ടികളെ വരെ വെച്ചിട്ട് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുമ്പോഴത്തേന് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പോലീസുകാരും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ കുറേയധികം പേരുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി വരെ നീതി കിട്ടാൻ വേണ്ടി ഞാൻ പോരാടുമെന്നുള്ളൊരു കാര്യം കൂടി ഈ ഒരു ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ശ്രീജ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പം ഇതുവരെ എത്തി നിൽക്കുന്നു, താനുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതും പോലീസുകാർ മൊത്തം ഉണ്ടെങ്കിൽ ഈ ഒരു സുനിലിൻ്റെ കൂടെയൊക്കെ നിൽക്കുകയാണ് എന്നുള്ളതൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. സോ ഈ ഒരു ഫുൾ സൈഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ശ്രീജയുടെ ഭാഗമാണ് എന്നുള്ളത്. ഇതിൽ എന്തൊക്കെയോ ന്യായമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കുട്ടികളൊക്കെ ഈ ഒരു ശ്രീജയുടെ കൂടെ തന്നെ നിൽക്കണം എന്നാണ് ശ്രീജ പറയുന്നത്. ആ ഒരു കാര്യം മെയിനായിട്ടുള്ളൊരു പോയിൻ്റ്. കുട്ടികൾ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ബന്ധുക്കളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ശ്രീജ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അവർ വീട്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ഇതേ കണക്ക് അവർ ഈ ശ്രീജ പറയുന്ന ഒരു കാര്യം മൈൻഡ് ചെയ്യുന്നതൊന്നുമില്ല. അതിലൊരു കൊച്ചു കുട്ടിയൊക്കെ ഇതേ കണക്ക് ആക്രമിക്കാനൊക്കെ വരുന്നുണ്ട്. അതും ആ ഒരു പേരൻസ് പറയുന്ന കേട്ടിട്ടാണെന്ന് തോന്നുന്നു ആക്രമിക്കാനൊക്കെ വരുന്നത്. ഈ രീതിയിലൊക്കെ ആ കുട്ടിയെ വരെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കണം അവരെ മാതാപിതാക്കളുടെ കാര്യം എത്ര താഴ്ന്നു എന്നുള്ളൊരു കാര്യം. എന്നാൽ പോലും സുനിലിൻ്റെ ഭാഗം കൂടി അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് എന്താണെന്ന്, ഇനി സുനിലിൻ്റെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് വല്ലതും പറയാനുണ്ടോ എന്നുള്ളത് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഈ ഒരു ശ്രീജ പറഞ്ഞ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീജയുടെ ഭാഗത്ത് കുറേയധികം ന്യായങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മെയിനായിട്ട് പറയാം. അതിൽ മെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യമാണ്. ഇത്രയും സിറ്റുവേഷനിൽ പോലും അമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ അമ്മയുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ള കാര്യം, ഈ ശ്രീജ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ത്രീ ഇത്രയും എല്ലാ കാര്യങ്ങളും
ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവിൻ്റെ കൂടെ മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ള തീരുമാനം എടുത്തിട്ട് പോലും സുനിൽ അതിന് റെഡി ആവാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ശ്രീജ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ ഇവർക്ക് ആ ഒരു വീട്ടിൽ ഇതേ കണക്ക് ബന്ധുക്കളോ കാര്യങ്ങളോ ഒന്നും വന്ന് നിൽക്കുന്നതൊന്നും അവർ പറഞ്ഞു വിടണം എന്ന് സുനിലിന് അതെങ്കിലും ചെയ്യാൻ മറ്റേതോ റിലേഷൻ ഉണ്ടെന്ന് ഈ ഒരു ശ്രീജ പറയുന്നുണ്ട്. എന്തായാലും അതെന്തോ ആവട്ടെ, അതിൻ്റെ കാര്യങ്ങൾ ബാക്കി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ബന്ധുക്കളൊക്കെ ഇതേ കണക്ക് വീട്ടിൽ വന്ന് കയറി ഇറങ്ങുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ അത് ശ്രീജയ്ക്ക് താല്പര്യമല്ല. ഇപ്പോൾ അത് സുനിലിൻ്റെ പേരിലായിരിക്കാം വീട്, സുനിലിന് ഇഷ്ടമുള്ളവർ വീട്ടിൽ വരായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേന്, അതുപോലെ തന്നെ കുട്ടികൾക്ക് അവിടെ മനസ്സമാധാനമായിട്ടൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അവർ പോകാൻ പറയുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾക്കത് കുറച്ചും കൂടി ബെറ്ററായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും. ഇതേ കണക്ക് ഇവർ വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലേക്ക് ഇടുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ടുവരേണ്ട അവസ്ഥ വരുത്തിയത് ഇവർ ശ്രീജ പറയുന്ന കണക്ക് സുനിലാണെന്നാണ് പറയുന്നത്. എന്തായാലും എനിക്ക് സുനിലിൻ്റെ ഈ ഒരു വിഷയത്തിലൊക്കെ പറയാനുള്ളത്, എന്തായാലും ഇതൊക്കെ ഒത്തുതീർപ്പാക്കി എന്താണ് ഭാര്യയും മക്കളുമായിട്ടൊക്കെ ഒരുമിച്ച് ജീവിച്ച് നിങ്ങൾ എങ്ങനെയാണോ പോയത് അതേ കണക്ക് നോക്കുക. ആ ഒരു കുട്ടികളുടെ ഭാവിയാണ് മെയിനായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവർ ഇതിൻ്റെ ഇടയിൽ കടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാകും. ആ ഒരു ഇളയ കുട്ടി, മൂത്ത കുട്ടി, അവരെയൊക്കെ ഒരു സ്കൂൾ ലൈഫ്, കോളേജ് ലൈഫിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അതൊക്കെ എന്തുമാത്രം ബാധിക്കും നിങ്ങളുടെ ഈ ഒരു കാര്യം. കാരണം അത് പബ്ലിക്കായിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്തിടുന്നത്. ഇത് എന്നേക്കുമായിട്ട് അങ്ങനെ തന്നെ കാണും. അത് അവർക്ക് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും പോവാതെ നിങ്ങളിതെല്ലാം പരിഹരിച്ച് തീർക്കും. ശ്രീജയ്ക്ക് കിട്ടേണ്ട നീതി കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന് പോലീസും കാര്യങ്ങളൊക്കെ ശ്രീജയുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളെന്താണ് ഈ ഇതുവരെ ശ്രീജ പറഞ്ഞുള്ള കാര്യങ്ങളും എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളതെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ശ്രീജയുടെ കൂടാണോ അതോ സുനിലിൻ്റെ കൂടാണോ എന്നുള്ളത്.